നിങ്ങളിപ്പോൾ കണ്ട ഈ ദൃശ്യങ്ങളിലുള്ളത് പിറവം നഗരസഭയുടെ വാഹനത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നതാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഹൈക്കോടതി ഇത്തരത്തിൽ റോഡരികിൽ ഫ്ലെക്സ് ബോർഡുകളൊന്നും സ്ഥാപിക്കരുത്, ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റണമെന്ന് ഒരു ഉത്തരവ് ഇറക്കിയത്. തുടർന്ന് സർക്കാരും ഇതിന് വിശദമായ ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. ഇത്തരത്തിൽ 18-ാം തീയതിക്ക് മുമ്പ്, ഡിസംബർ 18-ന് മുമ്പ് തന്നെ എല്ലാ ഫ്ലെക്സ് ബോർഡുകളും മാറ്റണം. മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഓരോ ഫ്ലെക്സ് ബോർഡിനും അല്ലെങ്കിൽ ഓരോ കൊടിക്കും അല്ലെങ്കിൽ ഓരോ കൊടിതോരണത്തിനും 5000 രൂപ വീതം സെക്രട്ടറിമാരിൽ നിന്നും പിഴ ഈടാക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ഇന്ന് 24-ാം തീയതിയാണ്. ഈ ദിവസമാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടത്. പിറവം നഗരസഭയുടെ വാഹനത്തിൽ തന്നെയാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുവന്ന് ഇവ സ്ഥാപിച്ചത് ശ്രദ്ധയിൽപ്പെടുന്നത്. ഇത് ഈ കക്കാട് ഡിവിഷനിലെ 3-4 ഡിവിഷനിലുള്ള സ്മാർട്ട് അങ്കണവാടികളുടെ ഉദ്ഘാടനത്തിൻ്റെ ഫ്ലെക്സ് ബോർഡുകളാണ് അവർ ഈ നഗരസഭയുടെ വാഹനത്തിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഇത് കനത്ത നിയമലംഘനം തന്നെയാണ്. ഹൈക്കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് പിറവം നഗരസഭ ഇത്തരത്തിൽ ബോർഡുകൾ സ്ഥാപിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കും. പിറവത്ത് നിന്നും രഞ്ജിത്ത് എസ് പിള്ളയ്ക്കൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.